എല്ലാവർക്കും നമസ്കാരം. തിരുവോണം നാളിൽ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചും അവർക്ക് നന്മയും തിന്മയും ചെയ്യുന്ന നാളുകൾ ഏതൊക്കെയാണ് എന്നും ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന തിരുവോണം നാളുകാർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചും നോക്കാം. ശുക്രൻ്റെ കാരകരീതിയിൽ കഴിഞ്ഞ ജന്മത്തിൽ നന്മതിന്മകൾ ചെയ്തവർ ജനിക്കുന്ന നാളുകളിലൊന്നാണ് തിരുവോണം. അതുകൊണ്ട് തിരുവോണം നാളുകാർക്ക് അവരുടെ കർമ്മഫലത്തിനനുസരിച്ച് നന്മയും തിന്മയും ചെയ്യുന്നത് ശുക്രൻ നക്ഷത്രാധിപനായ ഭരണി, പൂരം, പൂരാടം എന്നീ നാളുകളിൽ ജനിച്ചവരും ശുക്രൻ രാശിയധിപനായ ഇടവം, തുലാം എന്നിവ രാശിയായോ ലഗ്നമായോ ജനിച്ചവരുമാണ്. അതായത് ശുക്രന് പണം, ദാമ്പത്യം, സ്നേഹം തുടങ്ങി പല കാരകങ്ങളുമുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കാരകരീതിയിൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപപുണ്യങ്ങൾക്കനുസരിച്ച് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട ഫലങ്ങളെയാണ് ഭരണി, പൂരം, പൂരാടം എന്നീ നാളുകാരും ഇടവം, തുലാം രാശി അല്ലെങ്കിൽ ലഗ്നത്തിൽ ജനിച്ചവരും തിരുവോണം നാളുകാർക്ക് നൽകുക. ഈ നാളുകളിലും രാശികളിലും ജനിച്ചവർ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ ആകാം. ഇവരിൽ ചിലർ നിങ്ങളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരും ചിലർ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പെടുന്ന സമയത്ത് ഉപകാരം ചെയ്യുന്നവരുമായതിനാൽ ഇവരെ പൂർണ്ണമായി അവഗണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവരിൽ ആരൊക്കെയാണ് നിങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായി പ്രവർത്തിക്കുന്നത് എന്ന് അവരുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളെയും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. തിരുവോണം നാൾ ജനിച്ചവരുടെ ജാതകത്തിൽ ശുക്രൻ നീചരാശിയിലോ 6, 8, 12 ഭാവങ്ങളുമായി ബന്ധപ്പെട്ടോ നിന്നാൽ വിവാഹ തടസ്സം, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, ധനനഷ്ടം തുടങ്ങി നിരവധി ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. അങ്ങനെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നവർ തമിഴ്നാട്ടിലുള്ള ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും വിവാഹ കാര്യങ്ങളിൽ തടസ്സങ്ങളുള്ളവർക്ക് വിവാഹം നടക്കാനായി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നതും നിങ്ങളുടെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരുവോണം നാൾ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.